ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ലംഘിച്ച് ഒരു ദിവസം 100-ലധികം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയ MVD ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. ഇന്നലെ നടത്തിയ പരസ്യ ടെസ്റ്റിൽ 12 ഇൻസ്പെക്ടർമാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടതിൽ നിന്ന് ഇരട്ടി സമയം നൽകിയിട്ടും 98 പേരുടെ ടെസ്റ്റ് മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്ന് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ദിവസവും 100 മുതൽ 130 പേര് വരെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി വിജയിപ്പിച്ച് ലൈസൻസ് നൽകുന്ന 12 MVD ഇൻസ്പെക്ടർമാരെയാണ് പരസ്യ ടെസ്റ്റിന് വിധേയരാക്കിയത്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർ എങ്ങനെയാണ് ഇത്രയധികം ടെസ്റ്റ് നടത്തിയതെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താനായിരുന്നു നിർദ്ദേശം. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു പരസ്യ ടെസ്റ്റ്. റിപ്പോർട്ട് ഇന്നലെ തന്നെ ഗതാഗത മന്ത്രിക്ക് നൽകുകയും ചെയ്തു. 12 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. രാത്രി വൈകിയാണ് ടെസ്റ്റ് അവസാനിച്ചത്. ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടതിൽ നിന്ന് ഇരട്ടി സമയം നൽകിയിട്ടും 98 പേരുടെ ടെസ്റ്റ് മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇതിൽ ആകെ പാസ്സായത് 16 പേർ മാത്രമാണ്. 4 വീലർ റോഡ് ടെസ്റ്റിലാണ് 90% പേരും തോറ്റതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഗതാഗത മന്ത്രി പരിശോധിച്ചു വരികയാണ്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാകും തുടർ നടപടികൾ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.